ദ ഫസ്റ്റ് ഫ്രോസ്റ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ അവൻ്റെ പിന്നാലെ ഒരുപാട് പെൺകുട്ടികൾ നടക്കുന്നുണ്ട് അവൻ്റെ നമ്പറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അവനെ കാണാൻ നല്ല ഭംഗിയും നല്ല സ്മാർട്ടും ഒക്കെ ആണല്ലോ. അപ്പോൾ അവനെ ബോയ് ഫ്രണ്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പിള്ളേർ അങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട്. പക്ഷേ അവന് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവരുടെ അടുത്ത് നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഇവനെ കണ്ട ഇവൻ്റെ ഫ്രണ്ട് കാര്യം ചോദിക്കും, നീ എന്തിനാണ് ഇങ്ങനെ ഓടി വരുന്നതെന്ന്. അതിലവന് കാര്യം പറയുകയും ചെയ്യും. അവനെ കുറേ പെൺകുട്ടികൾ വളയുന്നുണ്ടെന്ന് പറയുന്നു. ഏതായാലും ഈ ഒരു ഫ്രണ്ട് ചോദിക്കുന്നു, അല്ല നമുക്ക് വെക്കേഷനല്ലേ വരാൻ പോകുന്നത്, നീ എൻ്റെ കൂടെ എൻ്റെ നാട്ടിലോട്ട് വരണോ? അതായത് നീ ഇങ്ങനെ ഓരോ തവണയും പല പല കാര്യങ്ങളും എൻ്റെ നാടിനെ പറ്റി ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ നാടിനെ എക്സ്പ്ലോർ ചെയ്യാൻ നിനക്ക് നല്ല ആഗ്രഹമുണ്ടെന്നാ, എന്നാൽ എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവിടെ ഞാൻ ഒന്ന് ടെൻഷനാകും. പക്ഷേ പിന്നീട് അവനത് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരിയാണ് സംസാരിക്കുന്നത് അങ്ങോട്ട് അവൻ്റെ കൂടെ വരാൻ. അത് കേട്ട ഇവൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ കണ്ട ഇവന്, ഓ നിനക്ക് വേണമെങ്കിൽ മതി, നിൻ്റെ സംസാരമൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിനക്ക് എൻ്റെ നാട് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഒന്ന് കൊണ്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ എന്ന് പറയുന്നു. ആക്ച്വലി ഇവന് അവിടെയാണല്ലോ ഇഫാൻ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇവന് ആ ഒരു നാടിനെ പറ്റി ഇവനോട് കൂടുതലായിട്ട് ചോദിച്ചറിയുന്നത് എന്നതാണ് സത്യം. എന്തായാലും ഈ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ അവന് വെക്കേഷന് പോകുന്നില്ല. പക്ഷേ ഞാൻ തനിയെ ആരും അറിയാതെ ആ നാട്ടിലെത്തുന്നുണ്ട്. എന്നിട്ട് ഇഫാനെ അവിടെ വെച്ച് കാണുന്നു. അവൾ ഹോസ്റ്റലിൽ കയറുന്നതെല്ലാം അങ്ങനെ നോക്കി നിൽക്കാറുണ്ട്, അവൾ കാണാതെ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ നോക്കി നിൽക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇവിടെ ഇഫാനെ കാണാൻ അവളുടെ അമ്മയും വരുന്നത്. അമ്മ അവൾക്ക് ഒരുപാട് ഫുഡൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അമ്മ ഇവളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വന്നിരിക്കുകയാണ്. അതും ഇപ്പോൾ നല്ല ദൂരമുണ്ടല്ലോ അമ്മ നിൽക്കുന്ന സ്ഥലവും ഇവൾ പഠിക്കുന്ന കോളേജും കൂടെ. അപ്പോൾ അമ്മ ഇവളെ കാണാൻ വേണ്ടി മാത്രം വന്നിരിക്കുക. എന്നാൽ അമ്മയുടെ കയ്യിലുള്ള ഫുഡ് ഇവൾ ആദ്യം വേണ്ടെന്നൊക്കെ പറയുമ്പോൾ അമ്മ നിർബന്ധിച്ച് അവളുടെ കയ്യിൽ പിടിപ്പിച്ച് കൊടുക്കുകയാണ്. മാത്രമല്ല അമ്മ സ്വകാര്യമായിട്ട് അവളുടെ കയ്യിൽ കുറച്ച് പൈസയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അമ്മ വന്ന അതേ കാറിൽ നിന്നും ഇവളുടെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ വരുന്നത്. എന്നിട്ട് അമ്മയെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, അമ്മ എന്നോട് പറഞ്ഞതുപോലെ ഈ ഒരു നാട് എക്സ്പ്ലോർ ചെയ്യാൻ എന്നെ കൊണ്ടുവരാം, പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് സ്പോട്ട് കാണാൻ പോകാം, ഒരുപാട് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നെ വലിച്ചു കൊണ്ടുവന്നത്, എന്നിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുകയാണോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്നാലും അമ്മ ഇവളെ കണ്ടിട്ട് പറയും, നിൻ്റെ സിസ്റ്റർ അല്ലേ ഇത്, ജസ്റ്റ് ഒരു ഹായ് പറയുന്നൊക്കെ പറയുമ്പോൾ ഈ പെൺകുട്ടി ആർക്കോ വേണ്ടി പറയുന്നത് പോലെ പറയുന്നു. പിന്നീട് ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, ഈ നാട്ടിലെ ഏറ്റവും നല്ല ഫുഡ് ഏതാണ്, നല്ല റെസ്റ്റോറൻറ്റ് ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നു. അതിൽ ഇഫാനെ അവൾക്ക് അറിയില്ലെന്ന് പറയുമ്പോൾ ഇവൾക്ക് അതൊരു അത്ഭുതം, എന്ത് ഈ നാട്ടിൽ നീ പഠിച്ചിട്ടും അതൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവളുടെ ഈ സംസാരമൊന്നും ഇഫാനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് മനസ്സിലാക്കിയ അമ്മ അവളോട് വേഗം പോയി റെസ്റ്റ് എടുത്തോ, എന്നിട്ട് ഇവളോട് വാ നമുക്ക് ഇവിടെ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റെപ്പ് സിസ്റ്ററിനെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇത് കേട്ട് ഇവിടെ ഇഫാന് ഭയങ്കര വിഷമം വരും. കാരണം അവർ ഈ നാട് എക്സ്പ്ലോർ ചെയ്യുന്നു, നല്ല ഫുഡ് കഴിക്കാൻ പോകുന്നു, അതിലൊന്നും ഈ അമ്മ അവളെ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. അവളെ അതിൽ നിന്നെല്ലാം എപ്പോഴും അകറ്റി നിർത്തിയിട്ട് ഇവളെയാണ്, ഈ പെൺകുട്ടിയാണ് ഈ അമ്മ എപ്പോഴും കെയർ ചെയ്യുന്നത്. അത് കണ്ടതോടുകൂടി ഇവൾക്ക് ഭയങ്കര വിഷമം വരികയും, എന്നാൽ ഇവളുടെ ഈ വിഷമം കണ്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്കിപ്പോൾ പ്രസൻറ്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ ഇഫാൻ്റെ കൊളീഗ് അവളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിലോട്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി ഈ കുഞ്ഞിനെ ഭയങ്കര സ്നേഹിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്യൂട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കൊഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലോട്ടാണ് ഇഫാന് യാൻ്റെ മെസ്സേജ് വരുന്നത്. അവളത് വായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്രൗഡിൽ നിന്നും ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയിട്ട് വായിക്കുകയാണ്. ആക്ച്വലി അവൻ അയച്ചിരിക്കുന്ന മെസ്സേജ് അവൻ്റെ ബർത്ത്ഡേക്ക് ഇനി 56 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. അങ്ങനെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് കേട്ടോ. എന്നാൽ ഇവളിങ്ങനെ പോയത് കണ്ടിട്ട് ആ ഒരു കുട്ടിയുടെ അമ്മ ഉണ്ടല്ലോ, ആ അമ്മ വന്നിട്ട് എന്തായി കാര്യങ്ങൾ, വല്ല പ്രോഗ്രസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ഭയങ്കര വിഷമത്തോട് പറയും, ഒന്നും ആയിട്ടില്ല, എനിക്ക് അറിയില്ല എങ്ങനെ ഇനി ഞാൻ എൻ്റെ ഈ ഇഷ്ടം അവതരിപ്പിക്കുക എന്ന്, എനിക്കതിന് ഒരു പേടി തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ ഈ ഒരു പെണ്ണ് അവളെ നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നിനക്ക് ആ ഒരു പേടിയൊന്നും വേണ്ട, പിന്നെ അവനക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ നീ മനസ്സിലാക്കിയിട്ട് അതുപോലെ നീയും ആവാൻ ശ്രമിക്കുക, എന്നിട്ട് ആ ഒരു ട്രാക്കിലോട്ട് കയറുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കണം. അത് ഒരു നല്ല പോയിൻ്റായിട്ട് ഇവിടെ ഇഫാന് തോന്നും. കാരണം അവൻ്റെ ഇഷ്ടങ്ങൾ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളിലോട്ട് ഇവൾ ഇൻവോൾവ് ചെയ്താൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കൂടുതൽ ഒരു ചാൻസ് കിട്ടുകയല്ലേ. അങ്ങനെ അവൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവൻ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവനിങ്ങനെ നോക്കിക്കൊണ്ട് ഇവൾ മനസ്സിൽ വിചാരിക്കും അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഗെയിമാണ്. എന്നാൽ ഇവളിങ്ങനെ പതിവില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കും. ആക്ച്വലി ഇവനാണെങ്കിലോ ഈ ഒരു ഗെയിം ഓൺലൈനായിട്ട് കളിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഗെയിമിൽ ഇവളുടെ പാർട്ട്ണറിനെ ഇവൻ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. അതെല്ലാം ഇവൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവനിങ്ങനെ ചോദിക്കുമ്പോൾ ഇഫാൻ പറയും, നീ ഗെയിം കളിക്കുമ്പോൾ മറ്റൊരാളെപ്പോലെ
പോലെയാണ് തോന്നുന്നത്, ഭയങ്കര ആക്റ്റീവാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞുകൊണ്ട് അവൾ വേഗം അവിടെ നിന്ന് പോകും. എന്നാൽ ഇവൻ ഇങ്ങനെ ഒരു മറുപടി ഇവളുടെ അടുത്ത് നിന്ന് കേട്ടിട്ട് എന്താണെന്നൊന്നും മനസ്സിലായില്ല. എന്നിട്ട് ഇവന് പറയും, നോർമലി എല്ലാവരും ഗെയിം കളിക്കുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ, ഇങ്ങനെ സംസാരിച്ചിട്ട് ആ ഒരു എക്സ്പ്രഷനൊക്കെ കാണിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അവനക്കൊന്നും ഇപ്പോഴത്തെ അങ്ങോട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇഫാനും അടുത്ത ദിവസം മുതൽ അവൻ കളിക്കുന്ന ഗെയിം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അവന് ഭയങ്കര പ്രോ ആണ്. എന്നാൽ അവൾ താഴെ ലെവലിലാണ്. അപ്പോൾ അവൻ്റെ കൂടെ കളിക്കണമെന്നെങ്കിൽ ഇവൾ അത്യാവശ്യം നന്നായിട്ട് കളിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് ഇവൾക്ക് മനസ്സിലായി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൊളീഗിനോട് ഇവൾ പറയുന്നുമുണ്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഗെയിം കളിക്കുക എന്നൊക്കെ അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ആക്ടർ പയ്യൻ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ഇടയിലോട്ട് വരുന്നത്. എന്നാൽ ഇവൾ ഗെയിം കളിക്കുന്നത് കണ്ടിട്ട് നീയും ഈ ഗെയിം കളിക്കാൻ തുടങ്ങിയോ, പക്ഷേ നീ ഭയങ്കര ബാഡാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു സഹായിയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ആ ഫോണും എല്ലാം അങ്ങോട്ട് എടുത്തിട്ട് അവൻ്റെ പ്രൊഫൈല് അവളുടെ ആ ഒരു ഗെയിം അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് പറയും, നിനക്ക് നല്ലൊരു ഗുരുനാഥൻ്റെ ശിക്ഷണം ആവശ്യമുണ്ട്, ഇതാ ഞാൻ നല്ല അടിപൊളിയായിട്ട് കളിക്കും, പിന്നെ നിനക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് ഇവളുടെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുമ്പോൾ ഈ ഒരു ഫ്രണ്ടിന് അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവനിക്ക് ഇവളെ ഇഷ്ടമാണോ എന്ന് ഇവൾക്കൊരു സംശയമുണ്ട്. ഇവൾക്കാണെങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ ഇഫാൻ ആരെയാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഇവനിപ്പോൾ ഒരു ശല്യക്കാരനായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവളൊന്ന് അവളെ വിരട്ടുകയാണ്. അവന് ജസ്റ്റും ഒരു ഇൻ്റാണല്ലേ. എന്നിട്ട് അവനോട് ചോദിക്കും, നീ ലഞ്ച് കഴിച്ച് കഴിഞ്ഞില്ലേ, ഞാൻ നോക്കാൻ തന്ന ആ ഫയലൊക്കെ എവിടെ, അത് നോക്കിക്കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇവനെ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവിടുന്ന് ഓടിക്കുകയാണ് ഇവള്. ഇനി അതേസമയം ഇവിടെ അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ വേഗം തൃപ്തിപ്പെട്ടുകൊണ്ട് വീട്ടിലോട്ട് വരികയാണ്. ഇഫാൻ്റെ അടുത്ത് അത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അപ്പോഴാണ് ഹോന് പിടിക്കുന്നത്. ഓൻ പറയും, നീ മറന്നുപോയോ, നമ്മളൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതും നിൻ്റെ കഫേയിൽ എല്ലാവരും വന്നിട്ടുണ്ട്, നീ മറന്നോ എന്ന് പറയുന്നു. ആക്ച്വലി ഞാനത് മറന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഹോന് അത് ഓർമ്മിപ്പിച്ച് അവനെയും വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഇവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയുള്ള ഒരു മീറ്റപ്പാണ്. അതിൻ്റെ ഇടയിൽ ഇവനാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, അവൻ എല്ലാവരുടെയും ഇടയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ചിരി കളിയൊക്കെ ഉണ്ട്. അത് കണ്ട് ഈ ഫ്രണ്ട് ചോദിക്കും, നിനക്കിത് എന്ത് പറ്റി, നിനക്ക് വല്ല ലവും സെറ്റായോ, നീ ഭയങ്കര ഹാപ്പി ആണല്ലോ എന്ന് പറയുമ്പോൾ ഇവനൊരു കള്ളച്ചിരി ചിരിച്ചിട്ട് അതേ എന്ന രീതിയിൽ അങ്ങനെ മറുപടി പറയുകയാണ്. അത് കേട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും അത്ഭുതവും എല്ലാം തോന്നുകയാണ്. എന്നിട്ട് ഇവനിങ്ങനെ കളിയാക്കുമ്പോൾ അവൻ തിരിച്ചും ഇവരുടെ ഓരോ പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചും കളിയാക്കുന്നുണ്ട്. അപ്പോഴാണ് ഹോനും പതിവില്ലാതെ ഭയങ്കര ഹാപ്പിയാണ്. ഹോനോട് ചോദിക്കും, നീയും ഹാപ്പിയാണല്ലോ, നിനക്കും ആരെങ്കിലും സെറ്റായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അവനും അതേ ചിരിക്കുകയാണ്. എന്നാൽ അവൻ ആരാണെന്ന് പറയുന്ന തുടങ്ങിയ ആ ഒരു സമയത്താണ് ഇവിടെ നമ്മുടെ ബെസ്റ്റ് കയറി വരുന്നത്. ബെസ്റ്റ് ആക്ച്വലി ഹോനെ തെരഞ്ഞു വന്നതാണ്. എന്നാൽ ഇവരിങ്ങനെ ഒരു എല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെയാണെന്ന് കണ്ട അവൾ പോകാൻ നിൽക്കുമ്പോൾ ഹോനെ അവളെ പോകാൻ സമ്മതിക്കാതെ എന്താ കാര്യം വാ എന്ന് പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് പോവുകയാണ്. എന്നാൽ ഇവൻ്റെ ആ ഒരു ഓവറായിട്ടുള്ള അവളോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇവിടെ കണ്ട് കാര്യം മനസ്സിലായി. അവന് ഓൾറെഡി ഒരു ക്ലൂ കൊടുത്തതാണല്ലോ അവനക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന്. അതിവിടെ ബെസ്റ്റി ആണെന്നുള്ള ആ ഒരു സത്യം ഇവിടെ മനസ്സിലാക്കിയാണ്. ഇനി ബെസ്റ്റി ഇവനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് ഗ്രാൻഡ് പാൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് ഗ്രാൻഡ് പാൻ്റെ അസുഖത്തിൻ്റെ ആ ഒരു ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടില്ല, ഇപ്പോൾ ആ ഒരു നായ്ക്കുട്ടി മരിച്ചു പോയതിൻ്റെ സങ്കടത്തിലാണല്ലോ മുത്തച്ഛൻ, ഇപ്പോൾ ഇതും കൂടി പറഞ്ഞാൽ ആകെ തളർന്നു പോകും എന്നൊക്കെ പറയും. അതിലിവൾ പറയും, പെട്ടെന്ന് അങ്ങോട്ട് പറയണ്ട, പക്ഷെ ചെറുത് പറഞ്ഞു തുടങ്ങണം, എന്നാലല്ലേ മുത്തച്ഛനും ഒന്ന് കെയർ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് ഇവൾ പറയും, അതിന് എൻ്റെ ഫാമിലി മാറ്റർ ആണല്ലോ, ഞാൻ അതിൽ വല്ലാതെ ഇൻവോൾവ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഹോം പറയും, നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടോ, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, പിന്നെ നീ എന്നെ ഒരുപാട് തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് തന്നിട്ടുണ്ട്, അതും ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നീ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളങ്ങോട്ട് നന്നായിട്ട് ഹൈപ്പ് കെറ്റാണ്. അത് കേട്ട് ഇവൾ ബെസ്റ്റിയും പറയും, നീ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചാൽ ഞാൻ വന്ന കാര്യം പറയാൻ മറന്നു പോകും. എന്നിട്ട് ഇവൾ ആക്ച്വലി എന്തിനാണ് വന്നത് എന്ന് പറയുന്നു. അതായത് ഇവൾ നാളെ ഇവൻ്റെ ആ ഒരു ഗ്രാൻഡ് പാനെ കാണാൻ വേണ്ടിയിട്ട് വരാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഗ്രാൻഡ് പായുടെ മൂഡ് ഇപ്പോൾ എങ്ങനെയാണ്, ആ ഗ്രാൻഡ് പാക്ക് ഒരു ഗിഫ്റ്റും കൂടി അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ ഇവന് ആ ഗ്രാൻഡ് പാ കുഴപ്പമൊന്നുമില്ല, നാളെ വരാൻ വേണ്ടി പറയും. ഇനി ഇവിടെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഭയങ്കര ബിസി ആയതുകൊണ്ട് തന്നെ ഇഫാൻ മാത്രമാണ് വീട്ടിലുള്ളത്. അവൾ കിട്ടുന്ന സമയമെല്ലാം ഇപ്പോൾ ഗെയിം കളിച്ചിട്ട് ആ ഒരു നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് എടുക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഇടയിലെല്ലാം ഈ ആക്ടർ പയ്യൻ അവളുടെ കൂടെ ടീമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻവിറ്റേഷൻ അയച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾക്കതൊരു ഭയങ്കര ഡിസ്റ്റർബായിട്ടാണ് തോന്നുന്നത്. അവസാനം അവൻ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവൾക്ക് മെസ്സേജ് അയച്ച് പറയും, നീ അത് അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്ന്. എന്നാൽ ഇഫാൻ പറയും, ഇപ്പോൾ പറ്റില്ല, ഞാൻ ഭയങ്കര ടയർഡായി, ഇനി നമുക്ക് പിന്നെ
കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അത് വീണ്ടും ഡിക്ലൈൻ ചെയ്തിട്ട് അവൾ ചുമ്മാ ഫോൺ എടുത്ത് വെച്ച് ഇങ്ങനെ ഒരു ബുക്കൊക്കെ ഇങ്ങനെ വായിക്കാനുള്ള പരിപാടിയാണ്. അപ്പോഴാണ് അവളുടെ അമ്മ വിളിക്കുന്നത്. ഒന്ന് മടിച്ചുകൊണ്ടാണെങ്കിലും ഇഫാൻ ആ കോൾ അറ്റൻഡ് ചെയ്യും. ഈ അമ്മയാണെങ്കിൽ പതിവ് പോലെ തന്നെ അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നത് പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അവളോട് ഫുഡ് കഴിക്കാൻ വരണം, നീ കഴിച്ചോ, എപ്പോഴാണ് നീ ഫ്രീ ആകുക, എപ്പോഴാണ് ഡ്യൂട്ടി ടൈം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ അതെല്ലാം ഭയങ്കര ഒരു ദേഷ്യമായിട്ടാണ് തോന്നുന്നത്. അമ്മ വിളിച്ചാൽ പിന്നെ അവളുടെ അന്നത്തെ മൂടേ പോയി. എന്നിട്ട് അമ്മ അവളോട് നിൻ്റെ ഓഫീസിലോട്ട് വന്നിട്ട് ഞാൻ എനിക്ക് ഫുഡ് തരുന്നതൊന്നും ശരിയല്ല, നീ എവിടെ താമസിക്കുന്നത്, നിൻ്റെ അഡ്രസ്സ് പറഞ്ഞു താ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുമ്പോൾ ഇഫാൻ ഓൾറെഡി ഇവരുമായിട്ടുള്ള കണക്ഷൻ എല്ലാം ഉപേക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിലാണല്ലോ ഈ അഡ്രസ്സും ചോദിച്ച് വിളിക്കുന്നത്. അതിലിവൾ പെട്ടെന്ന് പറയും എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട്, നാളെ ഓഫീസും ഉള്ളതാണ്, എനിക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ഫോൺ അങ്ങോട്ട് വെക്കുന്നു. പിന്നീട് അവളുടെ പഴയ കാര്യങ്ങളും അവൾക്ക് കിട്ടിയ ടോർച്ചറുകളും ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടന്നതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവൾ ഉറക്കത്തിൽ നടന്നെന്ന് മാത്രമല്ല നേരെ യാൻ്റെ ആ റൂമിലോട്ടാണ് വന്ന് കിടക്കുന്നത്. അപ്പോഴാണെങ്കിൽ ഞാൻ വന്നിട്ടുമില്ല, അവന് ഒരു പാർട്ടിയിലാണല്ലോ. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ലേറ്റായിട്ട് അവന് വന്നപ്പോഴാണ് ഇവിടെ ഇഫാൻ തൻ്റെ ബെഡിൽ കിടന്ന് ഉറങ്ങുന്നത് അവനക്ക് കാണുന്നത്. അവന് പിന്നെ അവളെ ഉണർത്താനൊന്നും നിന്നില്ല, പകരം അവൾക്ക് നന്നായിട്ട് പുതച്ചൊക്കെ കൊടുത്ത് അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുകയാണ്. എന്നിട്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ട് പറയും ഇന്നെന്താ നിനക്ക് സ്ട്രെസ്സ് വന്ന് എന്ത് കാര്യമാണ് ഇന്ന് നടന്നതെന്ന്. ഇവനക്ക് ആക്ച്വലി അറിയാം അവൾക്ക് എന്തൊക്കെയോ ഒരു വിഷമം വരുമ്പോൾ മാത്രമാണ് അന്ന് രാത്രി മാത്രമാണ് ഇവൾ നടക്കുന്നതെന്ന്. എന്നിട്ട് മെല്ലെ അവളുടെ അടുത്ത് ഇരുന്നിട്ട് അവളോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പതുക്കെ ഇങ്ങനെ പറയുകയാണ് അവളെ നോക്കിക്കൊണ്ട്. അതായത് ഇപ്പോൾ ഇഫാന് അവൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ടെന്ന് അവന് മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ അവന് വിചാരിച്ച ആ ഒരു പ്രോഗ്രസ് ഇല്ല, അവൾ ഭയങ്കര ഡിലേ ആയിക്കൊണ്ടാണ് വരുന്നത്. ആക്ച്വലി അവൾക്ക് അതെല്ലാം ഭയങ്കര പേടിയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നാൽ ഇവനാണെങ്കിൽ അതിനുള്ള സമയമെല്ലാം അവൾക്ക് കൊടുക്കുന്നുണ്ട്, അതിനുള്ള അവസരങ്ങളും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. എന്നിട്ട് പറയും നിനക്കെന്താ എൻ്റെ അടുത്തോട്ട് വരാൻ ഇത്രയും ഒരു താമസം, നീ ഇങ്ങനെ ആയാൽ പണ്ടത്തെ പോലെ ഞാൻ നിൻ്റെ അടുത്തോട്ട് വരണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അങ്ങനെ പിന്നെ അന്ന് രാത്രി അവിടെ ഇഫാന് അവളുടെ റൂമിലാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ അവൾ ഉണർന്നപ്പോഴാണ് അവൾക്ക് ആ ഒരു അബദ്ധം മനസ്സിലായത്. ഞാനുണ്ടോ എന്ന് നോക്കും. ആക്ച്വലി അന്നത്തെ ദിവസം അവന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇവന് വന്ന് കടന്നത്. എന്നാൽ ഈ പ്രാവശ്യം അവനില്ല. പിന്നെ ഇഫാന് പതുക്കെ എഴുന്നേറ്റിട്ട് അവളുടെ റൂമിലോട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ സോഫയിൽ ഇവിടെ ഞാൻ കിടന്ന് ഉറങ്ങുന്നു. അത് കണ്ടപ്പോൾ ഏകദേശം അവനക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് ഞാൻ ഉണർത്താൻ വേണ്ടിയിട്ട് ഇവളിങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണരുന്നു. എന്നിട്ട് അവൾ പറയും സോറി, ഇന്നലെ ഞാൻ നിൻ്റെ റൂമിലാണല്ലോ വന്ന് കിടന്നത്, അപ്പോൾ നീ ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ കണ്ടിട്ട് നീ മിണ്ടാതെ ഇവിടെ വന്ന് കിടക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവന് എല്ലാം അതെ എന്ന് പറയുന്നു. അതിൽ ഇഫാന് ദേഷ്യം പിടിച്ചിട്ട് നീ എന്തിനാ അങ്ങനെ ഇവിടെ വന്ന് കിടന്നത്, നിനക്കൊരു കാര്യം ചെയ്തൂടെ, എന്നെ തട്ടി ഉണർത്തിക്കൂടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ നീ നിൻ്റെ റൂം ലോക്ക് ചെയ്തിട്ട് പോകണമായിരുന്നു, ഞാൻ പറഞ്ഞതല്ലേ ഓൾറെഡി എന്ന് പറയുന്നു. അതിൽ ഇവൻ പറയും ഞാൻ ഓൾറെഡി അതെല്ലാം ലോക്ക് ചെയ്ത് വെച്ചതായിരുന്നു, നീ അതെല്ലാം കുത്തി തുറന്നതാണ് എന്ന് പറയും. അതിൽ ഇഫാൻ ഒന്നുകൂടെ ദേഷ്യം പിടിച്ചിട്ട് അങ്ങനെ കുത്തി തുറന്ന് വരാനൊന്നും എനിക്കറിയില്ല, ഞാൻ ഉറങ്ങുമ്പോൾ അവിടെ ഓൾറെഡി ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വന്ന് കിടക്കുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ ഇവന് വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല. നീ അങ്ങനെ തന്നെ വന്നതാണ്, നീ എന്നെ വശീകരിക്കാൻ വന്നതായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് കേട്ട് ഇവൾ പെട്ടെന്ന് ഇവൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് വരുന്നു, ഒരു സഡൻ മൂവ്മെൻറ്റ്. എന്നിട്ട് നേരെ ഇവൻ്റെ തോളിലൂടെ കൈയിട്ടിട്ട് പറയും ഞാൻ എന്തിനാ നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നത്, പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് എത്ര ക്ലോസ് ആയിട്ട് നിന്നാലും എങ്ങനെ നിന്നാലും ഞാൻ സേഫാണെന്ന് നീ മനസ്സിലാക്കിക്കോ, പിന്നെ അതുപോലെ തന്നെയാണ് നീയും എൻ്റെ കൂടെ എന്ന് പറയുന്നു. എന്നാൽ ഇവളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിന്നത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര തരിച്ച് നിൽക്കുകയാണ്. അവൻ അടുത്ത സെക്കൻഡിൽ തന്നെ അവളെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് അവളോട് ചോദിക്കുന്നു നീ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇങ്ങനെ ഈ നൃത്തത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിസ് ചെയ്യാൻ വരികയാണ്. അതിൽ പിന്നെ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. അതിൽ പെട്ടെന്ന് അവൾക്ക് അത് റിയലൈസ് ചെയ്യും അവൾ എന്താണ് ഇപ്പോൾ ചെയ്തതെന്ന്. എന്നിട്ട് അവൾ ഓടി രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ ഇവിടെ ഞാൻ അവളെ പിടിച്ചു വെച്ചിട്ട് നേരെ അവൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് വലിക്കും. നേരെ അവൾ ചെസ്റ്റിൽ വന്ന് അങ്ങോട്ട് കിടക്കുന്നു. എന്നിട്ട് വീണ്ടും അവളോട് ചോദിക്കും നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കിസ് ചെയ്യാൻ നിൽക്കുകയാണ്. അതിൽ അവൾ പെട്ടെന്ന് അവൾക്ക് വർക്കുണ്ട്, എനിക്ക് ഭയങ്കര ബിസിയാണ്, നേരത്തെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പിന്നെ അവൾ ഓഫീസിൽ പോകുമ്പോഴും അങ്ങനെ അതിങ്ങനെ ഓർത്ത് നിൽക്കുകയാണ്. എന്നിട്ട് വിചാരിക്കും താൻ ഒന്നും കൂടെ ധൈര്യശാലിയായിട്ടുണ്ട്, അവളുടെ ആ ഒരു വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എന്നൊക്കെ ആലോചിച്ചിട്ട് അവൾ കുറച്ച് അഭിമാനിക്കുകയാണ്. ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവിടെ ഹോന് അവൻ്റെ ഗ്രാൻഡ് പാനെ കെയർ ചെയ്യുകയാണ്. ഗ്രാൻഡ് പാക്ക് ഓരോ തവണ കുടിക്കാനുള്ള മരുന്നുകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ അത് കണ്ട ഗ്രാൻഡ് പാ പറയും നീ എനിക്കെന്താ തോന്നുന്നത്, ഞാൻ അത്രക്കും പ്രായമായെന്നോ, ഇതെല്ലാം എനിക്ക് എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. ആക്ച്വലി ഗ്രാൻഡ് പാക്ക് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ അത്രത്തോളം അങ്ങോട്ട് അറിയില്ല. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇവനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇന്ന് അവനക്കൊരു ഫ്രീ ആയിട്ടുള്ള ദിവസമായിട്ട്
അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങി നടക്കാതെ ഇവിടെ അപ്പൂപ്പൻ്റെ കൂടെ സമയം ചിലവാക്കുന്നതിന്. എന്നാൽ അപ്പോഴാണ് ആ ഒരു സമയത്താണ് ഇവിടെ ആ ഒരു ബെസ്റ്റി വരുന്നത്. ബെസ്റ്റി നേരെ ഗ്രാൻഡ് പാനെ കണ്ടിട്ട്, ഗ്രാൻഡ് പാക്കാണെങ്കിൽ ഇവരെ കണ്ടിട്ട് ഭയങ്കര സന്തോഷമാകും. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എന്നിട്ട് നേരെ ഗ്രാൻഡ് പാക്കും വേണ്ടിയിട്ട് അവൾ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതായത് ഒരു നല്ല ഒരു പട്ടിക്കുട്ടിനെയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ആക്ച്വലി ഗ്രാൻഡ് പാക്ക് ഇപ്പോൾ അവരുടെ ആ ഒരു നായ്ക്കുട്ടി മരിച്ചു പോയതിൽ ഭയങ്കര സങ്കടത്തിലാണല്ലോ. അപ്പോൾ ആ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് ഇവൾ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റാണിത്. എന്നിട്ട് ഗ്രാൻഡ് പാനോട് പറയും, ആക്ച്വലി ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അതായിരുന്നു, അവർ വിദേശത്തോട്ട് പോയപ്പോൾ എനിക്ക് നോക്കാൻ വേണ്ടി തന്നു, പക്ഷേ എനിക്ക് ഇവരെ നോക്കാനുള്ള സമയമൊന്നുമില്ലല്ലോ, അപ്പോൾ തൽക്കാലം അവർ വരുന്നത് വരെ ഇവരെ ഒന്ന് നോക്കൂ എന്ന് ഈ ഗ്രാൻഡ് പാനോട് ഒരു റിക്വസ്റ്റ് മാതിരി ചോദിക്കണേ. അതായത് ഗ്രാൻഡ് പാക്ക് മനസ്സിലാവരുത് അവരുടെ വിഷമം കാരണം ഇവൾ കൊടുക്കുന്ന ഗിഫ്റ്റാണെന്ന്. എന്നാൽ ഗ്രാൻഡ് പാക്ക് ഇത് കണ്ടിട്ട് സന്തോഷവും ആവണം. അങ്ങനെ ഗ്രാൻഡ് പാ വിചാരിച്ചതുപോലെ തന്നെ ഭയങ്കര സന്തോഷമാകുന്നു. എന്നിട്ട് പണ്ടത്തെ ആ ഒരു നായ്ക്കുട്ടിയുടെ ആ ഒരു ടോയ്സൊക്കെ കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നു. എന്നിട്ട് ഈ മുത്തശ്ശൻ്റെ ഈ സന്തോഷമെല്ലാം കണ്ടപ്പോൾ ഇവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി ഈ ബെസ്റ്റ് ഇല്ലാത്ത സമയത്ത് ഈ മുത്തശ്ശൻ ഇവിടെ ഈ ഹോനോട് പറയുന്നുണ്ട്, നിൻ്റെ സെലക്ഷൻ ഏതായാലും സൂപ്പറാ, നല്ല മനസ്സുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പൊക്കി അടിക്കുന്നുമുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ഹോൻ ഇവളോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ. ഇനി അതും കഴിഞ്ഞ് അവരുടെ ഹാപ്പിനെസ്സും കാണിച്ചുകൊണ്ട് ഇവിടെ യാൻ്റെയും ഇഫാൻ്റെയും കഥ കാണാം. അവരുടെ ആ ഒരു ബർത്ത്ഡേ, യാൻ്റെ ബർത്ത്ഡേ, അത് ഏകദേശം അടുത്തെത്താറായി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറഞ്ഞു വന്ന് അവസാനം 15 ദിവസമായി. ഓരോ ദിവസവും ഇവനിങ്ങനെ റിമൈൻഡർ അയക്കുന്നുമുണ്ട്. ഇവിടെ ഇഫാനാണെങ്കിൽ ഇപ്പോൾ ഗെയിമൊക്കെ കളിച്ച് അത്യാവശ്യം നന്നായിട്ട് പ്രാക്ടീസായിട്ട് ഒരു ലെവൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ യാൻ്റെ കൂടെ അവൾക്ക് കളിക്കണം. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്കിൽ ഇവരിങ്ങനെ സംസാരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവിടെ യാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഫാൻ പുറത്തോട്ട് വരുന്നു. എന്നിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇവനോട് ഈ ഒരു കാര്യം പറയണം, അവൻ്റെ കൂടെ ഗെയിം കളിക്കണമെന്ന്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, ഓ നീ ഗെയിം കളിക്കുകയാണോ? ആക്ച്വലി ഞാനും ഈ ഗെയിം കളിക്കുന്നുണ്ട്, ഞാൻ പണ്ട് കോളേജ് ടൈമിൽ കളിച്ചിരുന്നു, പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ കളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അതിൽ ഇവൻ പറയും, ഓ നീ കളിക്കുന്നുണ്ടോ, എന്നാൽ നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്ന് പറയും. എന്നാൽ ഇവൾ ആദ്യം ഭയങ്കര കോൺഫിഡൻസോടെ ഓക്കെ എന്ന് പറഞ്ഞിട്ടു പിന്നെ ഇവനോട് ചോദിക്കും, നിൻ്റെ റാങ്ക് എത്രയാണ് എന്ന് പറഞ്ഞപ്പോൾ അവന് ടോപ്പ് 1ാം റാങ്ക് ആണെന്ന് പറയുന്നു ആസ് യൂഷ്വൽ. അതിൽ ഇവൾക്ക് ആകെ ഒന്ന് പേടിയായി. ഇവളുടെ കോൺഫിഡൻസ് എല്ലാം ചോർന്ന് അങ്ങോട്ട് പോയി. ഇവൾ പറയും, ഞാൻ കളിക്കാൻ ഇപ്പം എനിക്ക് ടൈമില്ല, പിന്നെ ഒരു ദിവസം ആകാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്കിപ്പാകാണ്. അവൻ ഇത്രത്തോളം പ്രോ ആണെന്ന് അവൾ വിചാരിച്ചിട്ടില്ല. അവനെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ലെവൽ എത്തിയിട്ടില്ല. അപ്പോൾ അത് എത്തിയതിന് ശേഷം കളിക്കാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും അവൾ തിരിച്ച് റൂമിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇവൾ പെട്ടെന്നൊരു കാര്യം പറയും, എന്നാൽ കമ്മിങ് ഫ്രൈഡേ നീ ഫ്രീ ആണോ? എൻ്റെ കൊളീഗ്സൊക്കെ പറഞ്ഞു ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, നല്ലൊരു അടിപൊളി ഫുഡാണെന്ന്, എന്നാൽ നീ ഫ്രീ ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടൊന്ന് ഫുഡ് കഴിക്കാമല്ലോ. എന്നാൽ അത് കേട്ട് ഞാൻ ആകെ ഒന്ന് ഞെട്ടി. എന്നിട്ട് ഇവളെ ഒന്ന് നോക്കുകയാണ്. ആക്ച്വലി അവനക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇവളുടെ അടുത്ത് നിന്ന് ഒന്നും കൂടെ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് അവൾ വരുന്നുണ്ടല്ലോ. എന്നിട്ട് അവളുടെ അടുത്തോട്ട് വന്നിട്ട് പറയും, അവസാനം നീ തരാണല്ലേ എനിക്കുള്ള ഒരു ട്രീറ്റ് എന്ന്. ആക്ച്വലി ഇഫാന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ട്രീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. അവസാനം അത് തരാണ് എന്ന രീതിയിൽ ഇവൻ ചോദിക്കുമ്പോൾ ഇവളും പെട്ടെന്നൊരു ഐഡിയ കിട്ടി, അത് തന്നെയാണ് എന്ന് പറയുന്നു. ഏതായാലും അവർ പോകാമെന്ന് തീരുമാനിക്കും. അങ്ങനെ ഇവന് വീണ്ടും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇഫാന് പിന്നാലെ ബാക്കിൽ ഇങ്ങനെ വന്നിട്ട് ചെവിയിൽ മെല്ലെ പറയും, വരുന്ന ഫ്രൈഡേ ആണ് കേട്ടോ, മറക്കണ്ട എന്ന് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടുന്നു. എന്നാൽ അവളുടെ ആ ഒരു മൂമെൻറ്റ് കൂടി കണ്ടപ്പോൾ ഇവന് ഡബിൾ സന്തോഷം. ഇനി ആ ഒരു വെള്ളിയാഴ്ച എത്തിയിട്ടുണ്ട്. ഇവിടെ ആ ഒരു ആക്ടർ പയ്യൻ, അവൻ്റെ പിന്നാലെ മറ്റൊരു പെൺകുട്ടി ഇവിടെ നടക്കുന്നുണ്ട്. അവൻ്റെ കൂടെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്ന പെൺകുട്ടി. അവൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് എവിടുന്നോ ഒരു കൺസേർട്ടിൻ്റെ 2 ടിക്കറ്റൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവനെ ക്ഷണിക്കുകയാണ്. എന്നാൽ ഇവനിക്ക് അവളുടെ കൂടെ പോകാൻ ഒരു മൂഡുമില്ല. അവളിങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇഫാന് പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് വേഗം വീട്ടിലോട്ട് ഓടുകയാണ്. അവൾക്കിനി റെഡി ആയിട്ട് വേണം യാൻ്റെ കൂടെ ആ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകാൻ. എന്നാൽ ഈ ആക്ടർ പയ്യൻ ഇവളെ പിടിച്ച് നിർത്താൻ നോക്കുമ്പോൾ ഇവളത് കേൾക്കുന്നു പോലുമില്ല. ഇവൾ വേഗം ഓടി വീട്ടിലെത്തി ഏത് ഡ്രസ്സാണ് ഇടുക എന്നിങ്ങനെ പലതരം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അവൾക്ക് അങ്ങോട്ട് റെഡി ആകുന്നില്ല. അവസാനം അവൾ നല്ലൊരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്നു. പിന്നെ അവന് കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ, ആ പെർഫ്യൂം, അതും അടിച്ച് ഭയങ്കര റൊമാൻറ്റിക് ഒരു മൂഡുണ്ടാക്കിയാണ്. അങ്ങനെ അടിപൊളിയായിട്ട് അവൾ ഒരുങ്ങി ഡോറും തുറന്ന് പുറത്തോട്ട് വന്നപ്പോൾ ഇതാ നിൽക്കുന്നു യാൻ. ഇവളെ കൂട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. യാനാണെങ്കിലോ അവളെ ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങിയത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം. ഇവനിങ്ങനെ ഇവളെയും കൊണ്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ ചിരിക്കുകയാണ്. അതിലിവൾ ചോദിക്കും, എന്താ കാര്യം ഇങ്ങനെ ചിരിക്കാൻ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് പറയും, ഈയിടെയായിട്ട് ഈ ഒരു എയറിന് നല്ല സ്മെല്ലല്ലേ എന്ന് പറയുന്നു. ആക്ച്വലി ഇവന് കൊടുത്ത ആ ഒരു ഗിഫ്റ്റ് പെർഫ്യൂം ഉണ്ടല്ലോ, അതാണ് ഇവൾ അടിച്ചത് എന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്. ഏതായാലും 2 പേരും ഭയങ്കര ഹാപ്പി. അങ്ങനെ കാറിൽ പോയി
പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇഫാന് പറയും, നീ ഒരുപാട് പണ്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നല്ലോ നിൻ്റെ ടേസ്റ്റ്, ഫുഡിനെ പറ്റിയിട്ടുള്ള നിൻ്റെ ടേസ്റ്റ്, നിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എല്ലാം, അത് വെച്ചിട്ട് ആ ഒരു നിനക്ക് ഇഷ്ടപ്പെട്ട ഡിഷസ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു വിധത്തിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ അതൊക്കെ കേട്ട് ഇവിടെ ഞാൻ ഓർക്കുകയാണ് പണ്ട് ഇവനോട് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ. എന്നിട്ട് പറയും, അന്നത്തെ പോലെയല്ലല്ലോ ഇപ്പോൾ ഞാൻ ആൾ മാറിയില്ലേ എന്ന് പറയുന്നു. അത് കേട്ടതും ഇഫാന് ആകെ ഒന്ന് ഇതാകും. കാരണം അന്ന് ഇവനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ പറഞ്ഞ ആ ഒരാളല്ല ഇപ്പോൾ ഒന്നുകൂടി ഇവളോട് അടുത്തിട്ടുണ്ട്. ഇവൾക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇഫാന് ഭയങ്കര ഹാപ്പിയാണ്. അവൾ ആ ഒരു യാത്ര, ആ ഒരു തണുത്ത കാറ്റൊക്കെ ഭയങ്കര അധികം ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ അവർ വിചാരിച്ച ആ ഒരു റെസ്റ്റോറൻറ്റിലെത്തി അവൾ റിസർവ് ചെയ്ത സീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ എല്ലാവരും കൂടി, അതായത് യാനിൻ്റെ ഒരു ഓഫീസിലുള്ള അവൻ്റെ കൊളീഗ്സ് എല്ലാവരും കൂടി ഒരു പാർട്ടിയുണ്ട്. അതും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഇവനെ കാണുകയും ഇവനെ കൈയോട് പിടിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവനോട് ഒരുമിച്ച് അവരുടെ കൂടെ ഫുഡ് കഴിക്കാമെന്ന് പറയുന്നു. അതിൽ ഇവളോട് ചോദിക്കും, നീ ഓക്കെ ആണോ എന്ന് പറയുമ്പോൾ അവൾ ഓക്കെയാണ്, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇവരുടെ കൂടെ തന്നെ വന്നിരിക്കുമ്പോഴാണ് അവിടെ മറ്റൊരു ട്വിസ്റ്റ് ഉള്ളത്. അതായത് ഇവൻ്റെ അതേ ഓഫീസിലുള്ള ഇൻറ്റേൺ ആയിട്ടാണ് ഇപ്പോൾ ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പാർട്ടിയിൽ ഈ പെൺകുട്ടിയും വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവളിങ്ങനെ അവളെ കണ്ട് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ചോദിക്കും, നിങ്ങൾ പരിചയമുണ്ടോ എന്ന് പറയുമ്പോൾ ഈ പെണ്ണ് പറയും, അതെൻ്റെ സിസ്റ്ററാണെന്ന്. അത് കേട്ട് ഇവിടെ ഞാൻ ഇവളോട് ചോദിക്കും, നിൻ്റെ സിസ്റ്ററാണോ എന്ന്. അതിൽ ഇവൾ പറയും, സിസ്റ്റർ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് സിസ്റ്ററാണ്, ഞങ്ങൾ ബ്ലൻഡ് ഫാമിലിയാണ് എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ അവർ ഫുഡ് കഴിക്കാൻ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ ഇവർ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഒരു ജ്യൂസ്, ആർക്കും വേണ്ടാത്ത ഒരു ഫ്ലേവറിലുള്ള ഒരു ജ്യൂസ് ആരോ ഓർഡർ ചെയ്തിട്ടുണ്ട്, ആർക്കും വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ അത് വേസ്റ്റ് ആകും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ സ്റ്റെപ്പ് സിസ്റ്റർ, അവൾ പെട്ടെന്ന് പറയും, എന്നാൽ ഇഫാൻ കുടിച്ചോളും, അവൾക്ക് പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല, അവൾ ആര് എന്ത് കൊടുത്താലും കുടിക്കുന്ന ടൈപ്പാണ്, അതപ്പോൾ അവൾക്ക് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൊടുക്കുന്നു. അത് ഇവളെ ഇൻസൾട്ട് ചെയ്യുന്നൊരു രീതിയിൽ അത് ഞാൻ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെ ഈ പെണ്ണ് യാനോട് അവനിക്ക് ഏത് ഫുഡാണ് വേണ്ടത് എന്നിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി പറയും. എന്നാൽ ഞാൻ നേരെ ഇഫാനോട് പറയും. അപ്പോൾ ഇഫാൻ പറയും, എനിക്ക് എന്താണെങ്കിലും പ്രശ്നമില്ല, എനിക്ക് ഈവൻ ഈ വെള്ളമാണെങ്കിലും എനിക്ക് പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ ഞാൻ അവളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് പറയും, അങ്ങനെ വേണ്ട, നിനക്ക് ഏതാ വേണ്ടെന്ന് വെച്ചാൽ നീ കഴിക്കുക. എന്നാൽ ഇവളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതെല്ലാം ബാക്കിയുള്ളവരിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആക്ച്വലി അതിലൊരു പയ്യൻ ചോദിക്കും, ഇത് ആക്ച്വലി നിങ്ങളുടെ ആരാണ്, ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് ഇവിടെ ഇഫാനും യാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. പക്ഷേ മറുപടി പറയുന്നില്ല. യാനാണെങ്കിൽ അവൾ പറയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇഫാൻ തന്നെ പറയും, ഗേൾ ഫ്രണ്ട് അല്ല, ജസ്റ്റ് ഫ്രണ്ടാണെന്ന്. എന്നാൽ അത് കേട്ട് ഞാൻ ചെറിയൊരു വിഷമം വരും. എന്നിട്ട് അതിൽ ഇവരുടെ ഈ ഒരു ക്ലോസൊക്കെ കണ്ടിട്ട് ഇവിടെ ബാക്കിയുള്ളവർ ചോദിക്കും, ശരിക്കും ഫ്രണ്ടാണോ എന്ന് ഞാനോട് ഒന്നും കൂടെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, നിനക്കെന്താ അവൾ പറഞ്ഞത് കേട്ടിട്ട് മനസ്സിലായില്ലേ, അതേ ജസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുന്നു. ഇനി അത് കഴിഞ്ഞ് ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് എന്ന രീതിയിൽ ഇവിടെ വാഷ് റൂമിൽ ഈ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ അവൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇഫാനും അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഇവിടെ ഇഫാനെ അവൾ പിടിച്ച് നിർത്തിയിട്ട് പറയും, അവൾ നേരത്തെ ആ ഒരു വേണ്ടാത്ത ജ്യൂസ് ഇവൾക്ക് കൊടുത്തതിൽ ഇവൾക്ക് ചെറിയൊരു കുറ്റബോധമുണ്ട്. കുറ്റബോധമെന്ന് മാത്രമല്ല, അവൾക്കൊരു പേടിയുണ്ട്. അവൾ അവിടെ ആ ഒരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പായിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ, അതേ കമ്പനിയിലെ മാനേജറാണ് ഞാൻ. അപ്പോൾ ഞാനും ഇവൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയപ്പോൾ ഇനി തൻ്റെ ജോലിക്ക് അത് വല്ല പ്രശ്നവുമാകോ എന്ന രീതിയിൽ ഇവൾ പേടിച്ച് നിൽക്കണം. എന്നിട്ട് പറയും, ഞാനത് ആർക്കും വേസ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചത് തന്നതാണ്, അല്ലാതെ വേറെ ഉദ്ദേശമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ഇവിടെ ഇഫാൻ ചോദിക്കും, എന്നാൽ പിന്നെ നിനക്ക് കുടിച്ചാൽ എന്താ? അതിൽ ഇവൾ പറയും, ഞാൻ എന്തിനു കുടിക്കണം, അത് എനിക്കിഷ്ടമില്ലാത്തതല്ലേ, എനിക്കങ്ങനെ ശീലവുമില്ല വേണ്ടാത്തത് കുടിച്ചിട്ടുള്ള, നീയാകുമ്പോൾ നിനക്ക് ശീലമുണ്ടല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. പിന്നെ അങ്ങോട്ട് നിർത്തും. എന്നാൽ അത് കേട്ട് ഇവിടെ ഇഫാൻ ഒന്ന് ചിരിക്കുകയാണ്. അവൾ എന്താ പറയുന്നതെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയും. അവൾക്ക് അതിൽ യാതൊരു ദേഷ്യവും പരിഭവമില്ല. അവൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനാണ് പതിവ്. അങ്ങനെ അവൾ പോകുമ്പോൾ ഇവൾ വീണ്ടും അവൾ പിടിച്ച് നിർത്തിയിട്ട് പറയും, പിന്നെ നീ ഞങ്ങളുടെ മാനേജറെ തന്നെ വളച്ചെടുത്തല്ലേ, ആക്ച്വലി എനിക്ക് അവൻ്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു, അവൻ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല റിച്ചാണ്, പിന്നെ മാത്രവുമല്ല ഞങ്ങളുടെ കമ്പനിയിൽ വെറും ജോലിക്കാരനായിട്ട് ജോയിൻ ചെയ്ത ആൾ അവൻ്റെ ആ ഒരു സ്മാർട്ട്നെസ് കൊണ്ട് 3 മാസം കൊണ്ടാണ് അവന് മാനേജർ വരെയുള്ള പ്രൊമോഷൻ കിട്ടിയത്. അപ്പോൾ അത്രക്കും ടാലൻറ്റഡ് ആണ് അവന്. പിന്നെ ഏതായാലും ഇപ്പോൾ നിൻ്റെ പിറകിലാണ് അവന്. അപ്പോൾ പിന്നെ ഞാൻ അവനെ ചേസ് ചെയ്തിട്ട് കാര്യമില്ല, ഞാനതിൽ തോറ്റുപോകും. എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൻക്ക് നിന്നെ നല്ല ഇഷ്ടമാണെന്ന്. ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ കെയർ ചെയ്യുന്നത് ഞാൻ കാണുന്നത് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇവൾ പറയുന്നത് ബാക്കി എന്താ എന്നൊന്നും ഇഫാൻ കേൾക്കുന്നില്ല. അവളെ ഇഷ്ടമാണ് അവന് എന്ന് പറഞ്ഞതിൽ മാത്രം അവൾ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണ്.
പിന്നെ ഈ പെണ്ണ് പറയും ഏതായാലും ഞാൻ അമ്മയോട് പറയും നിന്നെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്തതും എല്ലാം എന്ന് പറയുമ്പോൾ അവളത് വേണ്ടെന്നൊക്കെ പറയും. പിന്നെ അവരുടെ ടോപ്പിക്ക് അവരുടെ അമ്മയും മകളും തമ്മിലുള്ള ബന്ധമായി. എന്നിട്ട് പറയും ഞാൻ കാരണമാണെന്ന് എനിക്കറിയാം നീയും അമ്മയും തമ്മിലുള്ള ബന്ധം ഇത്രയും വഷളായത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാം. പിന്നെ അമ്മയാണെങ്കിലോ നീ ഓരോന്ന് പറയുന്നതിനനുസരിച്ചിട്ട് അമ്മക്ക് ഭയങ്കര വിഷമമാണ്. അമ്മ പക്ഷേ എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൾക്കത് കേൾക്കാനേ ഇഷ്ടമല്ല. അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് സ്കൂട്ടാവുകയാണ്. എന്നിട്ട് നേരെ ഇവരുടെ ബാക്കി ആ ഒരു പാർട്ടി നടക്കുന്ന ഇടയിലോട്ട് തന്നെ വരും. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ മുഖം കണ്ടിട്ട് ഇവിടെ ഞാൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കഴിഞ്ഞതുപോലെ തോന്നുന്നു. അവൾ തീരെ കംഫർട്ടബിൾ അല്ലെന്നും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയും എനിക്ക് ബോറടിക്കുന്നുണ്ടോ എന്നാൽ നമുക്ക് പോയാലോ എന്ന്. അതിൽ അവൾ ഓക്കെ എന്ന് പറയും. പിന്നെ ഒരു കാര്യം കൂടി അവന് പറയും, പിന്നെ ഈ ഒരു പാർട്ടിയോട് കൂടിയിട്ട് നിൻ്റെ ആ ഒരു ട്രീറ്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതും ഇതും യാതൊരു ബന്ധവുമില്ല, അത് നീ എനിക്ക് വേറെ തരണമെന്ന് ഇവളെങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. അതിൽ അവൾ ഓക്കെ എന്ന രീതിയിൽ നിൽക്കും. എന്നിട്ട് ബാക്കിയുള്ളവരോട് എന്നാൽ ഞങ്ങൾ പോകട്ടെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഇവർ പറയും നിങ്ങൾ അപ്പോഴേക്കും പോകണോ, നിങ്ങൾ ഇവിടെ നിന്ന് മുങ്ങിയിട്ട് നിങ്ങൾ ഡേറ്റിങ്ങിലോട്ട് പോവല്ലേ എന്ന് ചോദിക്കുന്നു. അതിൽ ഇവളെ ഒന്ന് നോക്കിക്കൊണ്ട് അതെ എന്ന് ഇവൻ പറയും. അതിൽ പിന്നെ ഇവരെല്ലാവരും കൂടി എന്താ റൊമാൻസ്, ഭയങ്കര റൊമാൻറ്റിക് ബോയ്, പിന്നെ ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു എക്സ്പ്രഷൻ എൻ്റെ മുഖത്ത് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനിങ്ങനെ കളിയാക്കുന്നുമുണ്ട്. പിന്നെ ഏതായാലും എല്ലാവരും പിരിഞ്ഞു പോകുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കാമെന്നും വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ ഫോട്ടോയിൽ നിൽക്കുമ്പോൾ ഇഫാന് അവൾ മാറി നിൽക്കാമെന്ന് വിചാരിക്കും. അതായത് ഇവരുടെ കമ്പനി വക ഫോട്ടോ ഇല്ല, അപ്പോൾ ഇവൾ അതിലുള്ള എക്സ്ട്രാ വണ്ണല്ലേ, അപ്പോൾ വേണ്ട താൻ പുറത്ത് നിൽക്കാമെന്ന് പറയുമ്പോൾ ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ പറയും നിനക്കും ഇവിടെ ഒരു പ്രധാന റോളുണ്ട്, നിനക്ക് നിൻ്റെ റോള് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ തന്നെ പിടിച്ച് നിർത്തുന്നു. അതൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന വാക്കുകളായിരുന്നു. അവളെ പ്രത്യേകമായിട്ട് ഇവൻ കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവൾക്ക് മനസ്സിലാകുന്നു. പിന്നെ ഇങ്ങനെയൊന്നും ആരുടെ അടുത്തു നിന്നും അവൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അവർ വീട്ടിലെത്തി. എന്നിട്ട് രണ്ടുപേരും രണ്ട് റൂമിലോട്ട് പോകുന്നതിനിടെ ഇവിടെ ഇഫാന് പറയും ഇന്നെടുത്ത ആ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ എനിക്കും കൂടി ഷെയർ ചെയ്യണേ എന്ന് പറയുന്നു. അങ്ങനെ അവൾ റൂമിലോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ബോസ് വിളിക്കുന്നത്. ബോസ് ഒരു പണി കൊണ്ടാണ് വരുന്നത്. അതായത് ദൂരെ ഒരു സ്ഥലത്ത് ഒരു ടണൽ പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട്, ഭയങ്കര ഒരു അപകടം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈവ് ന്യൂസ് പുറത്ത് വിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇവളോട് റെഡി ആക്കിയിട്ട് നേരെ അങ്ങോട്ട് പോകണമെന്നൊക്കെ പറയുന്നു. എന്നാൽ അത് കേട്ട് ഇവളാകെ ടെൻഷൻ. പിന്നെ ഞാനോട് പറയുകയും ചെയ്യും അവൾക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇവൻ ഇത്രയും ഒരു ഇതിൽ എന്താണ് പണി കിട്ടിയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവന് നെറ്റ് ഓൺ ആക്കിയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ ടണലിൻ്റെ ന്യൂസ് കിട്ടുന്നത്. എന്നിട്ട് പിന്നെ ഇവൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവളുടെ റൂമിലോട്ട് ഒന്ന് നോക്ക് ചെയ്തിട്ട് വന്നിട്ട് പറയും അവിടെ ഒരു ടണൽ വീണിട്ടുണ്ട്, അതിൻ്റെ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണോ എന്ന് ചോദിക്കും. അതിൽ അവൾ അതെ എന്ന് പറയുമ്പോൾ ഇവൻ ചോദിക്കും എന്നാ തിരിച്ചു വരിക എന്ന്. അതിൽ ഇവളൊന്ന് ആലോചിച്ചിട്ട് പറയും ചിലപ്പോൾ സമയമെടുക്കും, ദൂരെയാണല്ലോ, പിന്നെ ഇനി ഈ ടണൽ മുഴുവൻ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ലൈവ് വാർത്ത കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ അതാ ഒരു പണി കഴിഞ്ഞിട്ട് ഞങ്ങളും എത്തുകയുള്ളൂ എന്ന് പറയുന്നു. പെട്ടെന്നാണ് ഇവൾക്ക് മനസ്സിൽ ഓർമ്മയത് ഇവൻ്റെ ആ ഒരു ബർത്ത്ഡേക്ക് ഇനി വെറും കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. എന്നിട്ട് മിക്കവാറും ഇവരുടെ പ്ലാൻ അനുസരിച്ച് നടക്കാൻ ഒരു ചാൻസുമില്ല. അതിൽ ഇവിടെ ഞാനും ഏകദേശം ആ ഒരു കാര്യം മനസ്സിലായി. പിന്നെ ഞാൻ അവളോട് പറയും നീ ജോലി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി ശ്രമിക്കോ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. അത് കേട്ട് ഇഫാൻ ഒന്ന് ഞെട്ടിയിട്ട് പറയും എന്നാ നിനക്ക് പറയാനുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞോ എന്ന്. അതിൽ ഞാൻ പറയും ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, നിനക്ക് നിൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കേട്ടതും ഇവൾ എന്തായിരിക്കും എന്ന് ആലോചിക്കുകയാണ്. അവൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അതിൻ്റെ ഇടയിലാണ് അവളുടെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ അവൾക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ സോഷ്യൽ മീഡിയയിൽ ഇവളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്നാൽ അവൾ അത് ഡിക്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് അടുത്ത മെസ്സേജ്, അതായത് ഇവരെടുത്ത ആ ഒരു ഫോട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അത് കേട്ടതും പിന്നെ ഇഫാന് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഫോട്ടോകളെല്ലാം തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ സ്റ്റെപ്പ് സിസ്റ്റർ പറയുന്നുമുണ്ട് നീ ആ ഒരു ഫോട്ടോ കിട്ടുമെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ എന്നെ അക്സെപ്റ്റ് ചെയ്തത്, ഇതിനു മുന്നേ ഞാൻ എത്ര റിക്വസ്റ്റ് തന്നിട്ടുണ്ട് അന്നെല്ലാം നീ എന്നെ ഡിക്ലൈൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്നു. ഏതായാലും ഇവിടെ ഇഫാന് അവളുടെ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഇവിടെ സൂം ചെയ്ത് നോക്കുമ്പോൾ അവന് എല്ലാ ഫോട്ടോയിലും ഇവിടെ ഇഫാനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ കണ്ട ഇവൾക്ക് ഭയങ്കര സന്തോഷം വരികയാണ്. കൂട്ടത്തിൽ അവൾക്ക് ചെറിയ വിഷമവുമുണ്ട്. അവൻ്റെ ബർത്ത്ഡേ അത് ഇവർ വിചാരിച്ചതുപോലെ ആകാൻ ഒരു ചാൻസും കാണുന്നില്ല. എന്തായാലും അവരുടെ ആ ഒരു മുഖം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് കഴിയും. പക്ഷേ ഒരു ചെറിയ ഒരു രംഗം കൂടെ കാണിക്കുന്നു. ആക്ച്വലി ഇതുവരെ ഇവർക്ക് കമ്പനി വക ഒരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിലും അവന് ഇതുവരെ അതിൽ ആക്റ്റീവ് ഒന്നുമല്ല. പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ആ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരണം എന്നും പറഞ്ഞിട്ട് അതിൽ റിക്വസ്റ്റ് കൊടുക്കുകയാണ്. എന്നാൽ അവനിങ്ങനെ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം.
ഒരുപാട് പേര് അവനെ കളിയാക്കുന്നുണ്ട്, ഒരുപാട് പേര് അവനക്ക് ഫോട്ടോ തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ പറയുന്നു അവളുടെ അടുത്തുണ്ട് ഫോട്ടോ, പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് തരാമെന്ന് പറയുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ കൊടുക്കുന്നു, എഡിറ്റ് ഒന്നും ചെയ്യേണ്ട, എനിക്കിപ്പോൾ വേണം, എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നോട് അത് ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നു. അത് കേട്ടതും ഇവിടെ ഈ സ്റ്റെപ്പ് സിസ്റ്ററും ആകെ ഷോക്കായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് ശരിക്കും കഴിയുന്നത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ഇവരുടെ ബർത്ത്ഡേ ഒക്കെ ഇവർ പ്ലാൻ ചെയ്തതുപോലെ ആയോ, അതോ ആകെ കുളമായോ, അതോ അതിന് പകരം ഇവർ വേറെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് നടത്തിയോ, എല്ലാം അടുത്ത എപ്പിസോഡിലായിട്ട് കാണാം. അപ്പോൾ അത് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.